വന്നടി മക്കളെ, ഇതൊക്കെ നാട്ടിൽ ഈ വയസ്സാം കാലത്ത് കണ്ടില്ലേ? ഈ 55 വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞിക്കിടക്കുന്ന ഇത്ര നല്ല രസകട കിട്ടാനോ മക്കളെ? 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം അങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം. മതപണ്ഡിതന്മാരും ഉസ്താക്കളും ഇവരെ കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയുള്ള മതങ്ങളിലെ പണ്ഡിതന്മാരുടെയൊക്കെ വാക്കുകൾ അധികം ഒന്നും വിശ്വാസികൾ മുഖവില കരുതി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു പണ്ഡിതന്മാര് സാധാരണ ജനത്തിന്റെ സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചിട്ട് വാചാലരാവുന്ന സമയത്ത് ഇവരുടെയൊക്കെ ഒരു ജീവിത രീതി തന്നെ വളരെ സിമ്പിൾ ആയിട്ട് എടുത്ത് നോക്കിക്കേ. നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഈ ഒരു മതപണ്ഡിതനെ കശ്മീരിലേക്കോ അല്ലെങ്കിൽ അന്റാർട്ടിക്കയിലേക്കോ ഒരു ട്രിപ്പ് ഓഫർ ചെയ്ത് നോക്കിക്കേ. അവിടെ ചെന്നിട്ട് എല്ലാ ആളുകളെയും വിളിച്ച് കാണിച്ച് ഒരു ചെറിയ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ദൈവത്തിന്റെ ഈ ഒരു സൃഷ്ടികളെ കുറിച്ചിട്ടൊക്കെ 2 വാചകമൊക്കെ അങ്ങ് പറഞ്ഞിട്ട് അങ്ങ് എൻജോയ് ചെയ്യും. അവർക്ക് ആ ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. എന്നാൽ മതവിശ്വാസികളായിട്ടുള്ള സാധാരണ ജനം അവരുടെ സ്വന്തം പൈസ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടേക്ക് ഇവർക്ക് എല്ലാത്തിലും കുറ്റമാണ്.